ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം കേട്ടോ ഇനി വീട്ടിൽ തന്നെ. കാരണം ഒരുപാട് പേർക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എന്നാൽ ഒരുപാട് എക്സ്പെൻസ് അല്ലേ പുറത്തൊക്കെ പോയി ചെയ്യുമ്പോൾ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ടുള്ള നമ്മൾ പാർലറിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ പോയി ചെയ്യുന്ന ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എന്ത് എഫക്റ്റാണോ അത് നമുക്ക് എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്കത് 100% കിട്ടും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു രീതിയിലെ കെമിക്കലും ഇല്ല, ഒന്നും തന്നെ ഇല്ല. 100% നാച്ചുറലായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ലിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, നമുക്കിതിനകത്ത് ആക്ച്വലി 3 സ്റ്റെപ്സാണ് വരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ലിയർ സ്കിന്നായിരിക്കും, ഭയങ്കര ഗ്ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫേഷ്യൽ എന്തിനാണ് ചെയ്യേണ്ടതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഫേഷ്യൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ട് നിങ്ങളിത് എല്ലാ മാസവും ചെയ്യണമെന്ന് ചെയ്താൽ നല്ലതാണ്. ഒരു പോളിഷ് ചെയ്ത് പോകുന്ന പോലെ അല്ലെങ്കിൽ സ്കിന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെയാണ്. പക്ഷേ പ്രോപ്പർ സ്കിൻ കെയർ എടുക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. ബട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നോക്കി ചെയ്യണം, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ളതാണോ. പല ആൾക്കാർക്കും പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ഇന്ന ഫേഷ്യൽ ചെയ്തു. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്, മാം എൻ്റെ സ്കിന്നിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന സലൂണിൽ പോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇന്ന ഫേഷ്യൽ ചെയ്തു, അതിന് ശേഷം എൻ്റെ സ്കിന്നിന് ഇത്ര പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ആരുടെ അടുത്താണെങ്കിലും സ്കിൻ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. നമ്മളെ സ്കിന്നിന് ആ പ്രൊഡക്റ്റ് ഓക്കെ ആവോ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആവോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു എന്താ പറയുക നമ്മളിതുപോലത്തെ ഫേഷ്യൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്തിനാണ് നമ്മൾ പുറത്ത് പോയി ചെയ്യണം, ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യും കേട്ടോ. ഭയങ്കര റിസൾട്ടായിരിക്കും. എൻ്റെ ഫേസ് ഇന്ന് കുറച്ച് ഡള്ളായിട്ടുണ്ട്. എനിക്ക് ഫേസിൽ ചെറിയൊരു എന്താ പറയുക പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെയിനിലാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിന് ചെറിയൊരു പ്രശ്നം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനത് കറക്റ്റ് അത് നമ്മൾ ചെയ്തു പോകുന്നത് ആ ഒരു ഓർഡറിൽ ഞാൻ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കാരണം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ 7000 രൂപ 10000 രൂപയൊക്കെ മേടിക്കുന്ന ക്ലിനിക്കുകൾ ഒരുപാട് സ്ഥലത്തുണ്ട്, ഒത്തിരി പേര് ചെയ്യാറുണ്ട്. പക്ഷെ അത് പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്, അവർക്ക് സ്കിന്നിന് ഗ്ലോ വേണ്ടേ. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൂടി നോക്കണം കേട്ടോ. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സ്കിന്നിന് മോർ ഹൈഡ്രേറ്റ് ആണ്, ഒരുപാട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവരും പോയി ചെയ്യണം. എല്ലാ ആൻറ്റി ഏജിങ്ങിലുള്ളവരുടെ സ്കിന്നൊക്കെ ഇച്ചിരി ഒരു ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് എപ്പോഴും നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഹൈഡ്രാ ഫേഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രാ ഫേഷ്യലാണ്. നമുക്ക് അത്രയും സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി വലിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയരുത്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് നമുക്കിവിടെ വേണ്ടത് മിൽക്കാണ് വേണ്ടത്. മിൽക്ക് വേണം, ഹണി വേണം. മിൽക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര ഓയിലി ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. നമുക്കിവിടെ ക്ലെൻസിങ്ങിനായിട്ട് കുറച്ച് മിൽക്ക് എടുക്കുക. അതുപോലെ തന്നെ കാരണം വേറൊരു കാര്യം കൂടെ എൻ്റെ കൂടെ പറയട്ടെ. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ആക്ച്വലി ഇത്രയും ഗ്ലോ കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഹൈഡ്രാ ഫേഷ്യൽ ഇച്ചിരി ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെയാണ് സ്കിന്നിന് നല്ലപോലെ ഗ്ലോ കിട്ടാനും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതേ സമയത്ത് നമുക്ക് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ മിൽക്ക് എടുത്തു, കുറച്ച് മിൽക്ക് എടുക്കുക. ദെൻ അതിലേക്ക് കുറച്ച് ഹണി എടുക്കുക. അതായത് 1.5 സ്പൂൺ നമ്മൾ ഫേസിന് ആവശ്യമുള്ള മിൽക്ക് കേട്ടോ, വളരെ കുറച്ച് എടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നമ്മൾ ഹണി എടുക്കുക. അതുപോലെ തന്നെ 1/2 സ്പൂൺ നമ്മളുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക, വെജിറ്റബിൾ ഗ്ലിസറിൻ. സോ അത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഗ്ലിസറിൻ അറിയാലോ ഭയങ്കര മാജിക്കാണ് നമ്മളുടെ സ്കിൻ ഗ്ലോ കിട്ടാൻ.
പക്ഷേ വീണ്ടും പറയുകയാണ്, നമ്മൾ സ്കിന്നിന് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഞാൻ എന്ത് പറഞ്ഞു തന്നാലും ശരി, നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ ചെയ്യാവൂ കേട്ടോ. പിന്നെ അത് അങ്ങനെ പ്രശ്നമായി ഇങ്ങനെ പ്രശ്നമായി എന്നൊന്നും പറയരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പറയുവാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ പാഡ് എടുക്കുക. അത് നമ്മൾ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യുക, ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് കോട്ടൺ പാഡ് വെച്ച് നല്ല രീതിയിൽ നമ്മുടെ നെറ്റി ആയിക്കോട്ടെ, നമ്മുടെ കണ്ണിൻ്റെ അടി തൊട്ട് എല്ലാ ഭാഗവും പ്രോപ്പറായിട്ട്, അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഏരിയ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ മുക്കിയെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അത് 2 to 3 മിനിറ്റുകൾ സമയമെടുത്ത് പതുക്കെ ഓരോ ഏരിയ ആയിട്ട് അത് ക്ലിയർ ചെയ്യുക. ഒരു 2 minutes എങ്കിലും ടൈം എടുത്ത് ചെയ്തോളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ തക്കാളി ഉണ്ടാവുമല്ലോ. തക്കാളി ഇല്ലാത്ത വീടൊന്നുമില്ല. സോ തക്കാളി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പൾപ്പ് എടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും തക്കാളി പേസ്റ്റ് അല്ലെങ്കിൽ ജ്യൂസൊക്കെ ആയിട്ടല്ല എടുക്കുക, അത് വേണ്ട. നമുക്ക് തക്കാളിക്ക് അകത്തുള്ള പൾപ്പ് നമ്മളിവിടെ നിന്ന് മാറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കോഫി പൗഡർ, അതായത് തക്കാളി പൾപ്പ് എടുക്കുക. ഒരു 1/2 സ്പൂൺ കോഫി പൗഡർ മതി, 1/2 ടീസ്പൂൺ മതി. അതിലേക്ക് വീണ്ടും കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിവിടെ ഇതാണ് കിട്ടേണ്ടല്ലേ, സ്കിന്നിനെ ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹണി എടുക്കുന്നു, വീണ്ടും ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ കാരണം അത്രയും ഡ്രൈനെസ് ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് വെച്ചൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വെറുതെ അപ്ലൈ ചെയ്തിട്ട് മിണ്ടാതിരിക്കുക. അതിനുശേഷം ഇതൊന്ന് ഫേസിൽ നിന്ന് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം. ഒരു എന്താ പറയുക, ടവലൊക്കെ വെച്ച് പിഴിഞ്ഞ്, നല്ല വൃത്തിയുള്ളതായിരിക്കണം ഫേഷ്യൽ ടിഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഫേഷ്യൽ ടിഷ്യൂസ് എടുത്തോളൂ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ അടുത്തത് നമുക്ക് നമ്മളുടെ പാക്കാണ് വരുന്നത് കേട്ടോ. നമ്മളുടെ പാക്ക് സൂപ്പറായിട്ടുള്ള പാക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തു, അതിന് ശേഷം നമ്മളൊരു എന്താ പറയുക, സ്കിന്നെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് കൂടി നമ്മളെടുത്തു. പ്ലസ് അതിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാക്ക് പോലെ ഇട്ടു. 5 minutes വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ പൾപ്പ്. ഇതെല്ലാം കൂടി നമ്മൾ സ്ക്രബായിട്ടും കൂടി യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അത് സ്ക്രബായിട്ടും എടുക്കാം. നമുക്കതൊരു 5 minutes വെക്കാൻ പറഞ്ഞ് ഞാനത് 2 രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെറിയൊരു കാര്യമുണ്ട്, നമ്മൾ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്താൽ നമുക്കത് സ്ക്രബായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ബ്രൗൺ ഷുഗർ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതേ ടൊമാറ്റോ പൾപ്പും നമ്മളുടെ ഹണിയും കോഫി പൗഡറും ഗ്ലിസറിനും അതിൻ്റെ കൂടെ കുറച്ച് നമ്മളുടെ ബ്രൗൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്രൗൺ ഷുഗർ, അതായത് പഞ്ചസാര ഉണ്ടല്ലോ, ബ്രൗൺ പഞ്ചസാര, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് സ്ക്രബായിട്ട് ചെയ്തിട്ട് അത് കുറച്ച് സമയം വെച്ചിട്ട് വാഷ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്കതൊരു ബെറ്റർ റിസൾട്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ റോ മിൽക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ കാരണം 2 രീതിയിൽ ചെയ്യാം. ഞാൻ 2 രീതിയിലുള്ള സ്ക്രബാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം കൊടുത്ത ടൊമാറ്റോ കൂടെ നമുക്കിതുപോലെ ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രബായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്ന സ്റ്റെപ്പ് ആഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഷുഗർ ഒഴിവാക്കിക്കൊണ്ട് ആ സെക്കൻഡ് സ്റ്റെപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഈ ബാക്കിയുള്ളത് മാത്രം, അപ്പോൾ നമുക്ക് ടോട്ടൽ 4 സ്റ്റെപ്പ് വരും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പിൽ തന്നെ സ്ക്രബും കൂടി ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളും നമ്മുടെ കയ്യിൽ എല്ലാം ഉള്ളതും അതല്ലെങ്കിൽ സമയമുള്ളതും അതൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ബ്രൗൺ ഷുഗർ എടുക്കുക, കുറച്ച് റോ മിൽക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രബായിട്ട് അത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്ക്രബ് ചെയ്യാം. ഫേസ് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ബ്രൗൺ ഷുഗറും മിൽക്കിൽ കുറച്ച് 1.5 സ്പൂൺ മിൽക്ക് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്ന ആ ഒരു ടൊമാറ്റോയുടെ കൂടെ ബ്രൗൺ ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും ഭയങ്കര റിസൾട്ടായിരിക്കും. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ,
അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ്, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ പാക്ക്. ഇവിടെയാണ് നമ്മളുടെ മാജിക്ക് കിടക്കുന്നത്. സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത്തപ്പഴമാണ്. ഒരു ഏത്തപ്പഴം എടുക്കുക, നന്നായിട്ട് മാഷ് ചെയ്യാം, ഒടിച്ചെടുക്കുക നല്ല രീതിയിൽ. അപ്പം ഇച്ചിരി നല്ല പഴുത്തതെടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കുറച്ച് റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ദെൻ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം റോ മിൽക്ക് 1-1.5 സ്പൂൺ എടുക്കുക. നമ്മളത് പൊട്ടിട്ട് ഒരു പഴം മുഴുവൻ എടുക്കേണ്ട ആവശ്യം വരത്തില്ല, കാരണം നമ്മളുടെ ഫേസിന് ആവശ്യമുള്ളത് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള രീതിയിൽ റോ മിൽക്ക്, കാരണം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ 1.5 സ്പൂണോ 2 സ്പൂണോ ആ ഒരു രീതിയിൽ നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ വീണ്ടും നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുൾട്ടാണി മെട്ടി അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക്. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, ദെൻ വാഷ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ ഗ്ലാസ് ലുക്ക് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം റിസൾട്ടായിരിക്കും. ടാനും അണ്ണീമണും ഒക്കെ മാറി നമ്മൾ ഏത് പാർലറിൽ പോയാലും നമുക്ക് കിട്ടാത്ത അത്രയും റിസൾട്ടും നമുക്ക് കിട്ടും. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതിൽ ആഫ്റ്റർ കെയറും കൂടി പറയേണ്ടത്, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ സ്കിൻ കെയർ അത്രയും മസ്റ്റാണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂടെ നമുക്ക് പാർലറിലും പോകണ്ട, എവിടെയും പോകണ്ട, ഇതുപോലത്തെ ഹോം കെയർ ആയിട്ടുള്ള ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ഒന്നും ഒരു കാലത്തും അവർക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷേ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഞാൻ ഈ ഹോം കെയർ മാത്രമായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു 50 വർഷം ചെയ്താലും റിസൾട്ടൊന്നും പ്രത്യേകിച്ച് വരില്ല. ആ ഒരു സമയത്തേക്ക് നമുക്കൊരു ഗ്ലോ വരുന്ന അല്ലാതെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാതെ ഇത് മാത്രം, കാരണം സ്കിന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്. ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് ക്ലെൻസ് ചെയ്യണം, ടോണർ വേണം, മോയ്സ്ചറൈസർ വേണം, രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ വേണം, നൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിന് നമ്മുടെ ഏജും നമ്മളുടെ സ്കിൻ്റെ പ്രശ്നവും നോക്കിയിട്ട് അതിനുള്ള സിറം ആഡ് ചെയ്ത് കൊടുക്കണം, നൈറ്റ് ക്രീം. ഇതിങ്ങനെ നൈറ്റ് റൊട്ടീനും ഉണ്ട്, മോർണിംഗ് റൊട്ടീനും ഉണ്ട്. ഇതില്ലാതെ നമ്മൾ ഈ പാക്കുകൾ മാത്രം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സ്കിൻ കെയർ മസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോ. അയ്യോ എനിക്കത് ചെയ്തപ്പോൾ ഇച്ചിരി ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം ഇതൊന്നും അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാം. സ്കിന്നിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. നമുക്ക് 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള സ്കിൻ എന്താ പറയുക, സ്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സ്കിന്നിനെ ഹെൽത്തി ആയിക്കൊണ്ട് ലൈഫ് ടൈമിലേക്ക് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ സ്കിന്നിനെയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ എന്തായാലും എൻ്റെ അടുത്ത് ജോയിൻ ചെയ്താൽ ഇല്ലെങ്കിലും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യണം. സ്കിൻ കെയർ മസ്റ്റാണ്. അതല്ല നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മടി കാണിക്കും. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരുപാട് ക്രീമുകളോ വേറെ എന്താ പറയുക ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ അതോ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നമുക്ക് വേണ്ടത് സ്കിൻ കെയർ ആണ്. എൻ്റെ ഏത് വീഡിയോസ് എടുത്താലും എത്ര വർഷം മുമ്പ് തൊട്ട് ഞാൻ ഇട്ട വീഡിയോസ് എടുത്താലും ഞാൻ അന്നും ഇന്നും ഇതേ പറയത്തുള്ളൂ, സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്താൽ അവരുടെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഗ്യാരൻറ്റി പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ 60 70 എത്രയോ വയസ്സായിക്കോട്ടെ, ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ സ്കിൻ കെയർ ആക്കാം. ഓക്കെ, പ്രോപ്പർ സ്കിൻ ക്ലിയർ ആക്കി കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നുള്ളൊരു വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. 5000 റുപ്പീസ് എനിക്ക് ഫീസ് ഉണ്ട്. വെറുതെ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് അയ്യോ ഫീസ് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കരുതല്ലോ. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 3 മാസത്തേക്ക് നമുക്ക് 5000 ഫീ വരുന്നുണ്ട്. അതിന് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം. ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ഫേഷ്യൽ ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലായിരിക്കണം കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്. അതുകൊണ്ട് ഈവനിങ് മാക്സിമം എടുക്കുക, അല്ലെങ്കിൽ നേരത്തെ രാവിലെ എടുക്കുക. ചൂട് സമയത്ത് എപ്പോഴും ഇതുപോലെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനൊന്നും നിൽക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. നൈറ്റ് കെയർ
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ സ്കിന്നിന് വേറെ ഒന്നും ചെയ്യരുത്, മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് വിടുക. എന്നിട്ട് ഒരു 12 അവേഴ്സിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ക്ലെൻസിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അതായത് 12 അവേഴ്സിന് ശേഷം നമ്മളുടെ CTM പ്രൊസീജിയർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, നമ്മൾ CTM അതായത് നമ്മളുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. അതുവരെ നമ്മൾ സ്കിന്നിലേക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് അറിയിക്കണം. അത്രയും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തിനാണ് ഇത്ര മടി കാണിക്കുന്നത്, ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു, ബൈ.